പാറേ എന്തു പറ്റി? കേശവയുടെ നുള്ളിൽ വേദനിച്ചാ? പിന്നെ വേദനിക്കാതെ സാരമില്ല, പോട്ടെ. ആനയ്ക്കും കിട്ടി നന്നായിട്ട്. ജാടയാ വന്നേ അവനിതിപ്പോ നമ്മളോട് ഇറക്കി തുടങ്ങി. ആടാ, നാളെ നേരത്തെ ഇറങ്ങാം. ആ, നിന്റെ സെയിം റൂട്ട് തന്നെയാ, ഒരുമിച്ച് പോലാ. ശരി ശരി, ഓക്കെ, ഞാൻ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം. ആ, എന്താണ് പാറൂസേ? അവള് കേശു നുള്ളിനെ പറ്റി പറയുമായിരുന്നു. ഞാൻ അവന് നല്ലത് കൊടുത്തേനെ, പക്ഷെ അവൻ എന്നെ പിടിച്ച് തള്ളി. എന്നെ അത് ഞാൻ മറക്കില്ല എന്തായാലും. ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിച്ചത് എനിക്ക് കിട്ടിയതാ. നീ തിരിച്ചു കൊടുത്തല്ല? ഒരെണ്ണോ? അതുകൊണ്ട് എന്താവാനാണ്? ഈ കലിതീരുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. അച്ഛനമ്മയോടെ അവിടെ പൊക്കി വെച്ചേക്കുമല്ലേ മാനത്ത്. ആ, അവന് ഉച്ചക്ക് മീൻ, വറുത്ത മീൻ. എന്തിനു വറുത്ത മീൻ? നീ അനുഭവിച്ചോ? നീ പണ്ടവനെ നിഴലായിട്ട് കൂടായിരുന്നു ഞങ്ങൾക്ക് പണി തന്നല്ലേ? ഇങ്ങനെ തന്നെ വേണം, എന്താ? എന്തായാലും അവനിട്ട് ഞാൻ കൊടുക്കണേ. ഞാൻ അവനെ എങ്ങോട്ടും വിടൂല. ചെന്ന് കൊടുക്ക് ഒറ്റയ്ക്ക്, നന്നായിട്ട് തിരിച്ചു തരും. ഒറ്റയ്ക്കൊന്നും ഒരു കാര്യമൊന്നുമില്ല, നിന്നെ പിടിച്ച് പൂട്ടിയിടവൻ. അതിപ്പോ ഞാനല്ല, മോനത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെല്ലാരും ഒത്തു നിന്നിരുന്ന വല്ലതും നടക്കും. ഞാൻ നിൽക്കാൻ റെഡിയാണ്. ഞാൻ നിൽക്കാൻ റെഡിയാ, പക്ഷേ നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നാളെ വന്നിട്ട് നിന്നെ പാല് തേനെ ചക്കരയെന്ന് പറഞ്ഞ് നീ അവൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചമ്മിയില്ലേ? ചേട്ടാ, അതൊന്നും ഇനി നടക്കൂല. ശിവയൊക്കെ പോയി. ചേട്ടാ കാര്യം വേഗം ചേച്ചി വിളിക്ക്. ചേച്ചി കൂടി നിന്നാലേ ഒക്കെ സെറ്റാവും. ഉറപ്പ്? ഉറപ്പ്, വിളിക്ക്. ഉറപ്പാണ്? വിളിക്കുന്നുണ്ടോ അങ്ങോട്ട്? അരമണിക്കൂറായി ഉറപ്പാണെന്ന് പറഞ്ഞു. ലച്ചു, ആ നീ എവിടെയുള്ള? കിച്ചണിലാ? ഞങ്ങൾ പുറത്തുണ്ട്, നീ കൂടാ. ആ, നീ വാ, അർജന്റ്, നീ വാ, ഒരു കാര്യം പറയാനാ. ആരും അറിയരുത് കേട്ടാ. ഇപ്പൊ തന്നെ, ഇപ്പ ഒന്ന് വേഗം വരുവോ? ഉണ്ടാക്കി. ആ ശരി, അതിലെ വിളിച്ചുകൊണ്ടിരിക്കണേ. ചേട്ടാ, നമ്മളിപ്പൊ സമയം നോക്കി എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അവനൊന്ന് പിടിച്ച് കയറിപ്പോ. അവൻ വലിയ സാറ് വന്നേക്കണ്. ഈ പോക്ക് പോയ ചെക്കൻ നമ്മൾ നിലത്തിട്ട് അരയ്ക്കുമല്ലോ. എന്തേ? നീ പറ. ചേട്ടൻ പറ. ആരെങ്കിലും പറയോ? എനിക്ക് അവിടെ പണിയുണ്ട്. അവിടെ അതെ, യേശുവിനെ ഇങ്ങനെ വെറുതെ വിട്ടു വെച്ചാ മതിയാ എന്ന് ശിവ പറയണായിരുന്നു. ഇങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാണല്ലോ, അത് പറ്റൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അവന്റെ സ്കോർ കേറി നിക്കുക. ശിവാന് പറഞ്ഞ കറക്റ്റാണ്. അവന്റെ സ്കോർ ബോർഡ് തകർത്തില്ലെങ്കിൽ അവൻ നമ്മളെ ചവിട്ടി ഞെരിക്കും. അവൻ നീ തള്ളിയല്ലടാ, അവൻ എന്തെങ്കിലും കൊടുക്കണോടി. അപ്പൊ എന്നെ അടിച്ചതോ? ഇപ്പോഴേക്ക് വെളിവൊന്നുമില്ല തിരിച്ചു. അപ്പോഴാണ് ഒതുക്കാൻ. നമുക്ക് നല്ല പണി കൊടുക്കാം. ഇതെങ്ങനെ വിട്ടാ പറ്റുവോ? പറ്റൂല. ആ, ഒതുക്കണം. നല്ല പണി കൊടുക്കാം. പക്ഷേ ഇപ്പൊ ട്യൂഷൻ സാറായിട്ടാണല്ലോ വിലസ്. അതുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആ ഏരിയയിൽ പണി കൊടുക്കണം. വലിയ വിദ്യാഭ്യാസ സമ്പന്നം വന്നേക്കണം അവൻ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യ്. ലച്ചു ചേച്ചി എന്ത് പറയണ? അങ്ങ് ഒതുക്കി കളയാം. ഒരു പ്ലാൻ പറയടി. ഒന്ന് ആലോചിക്കട്ടെ. അതെ, ഒരു പ്ലാൻ ഉണ്ട്. കുറച്ച് പഴയതാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ല റിസ്ക് ആയിരിക്കും. വിട്, അതൊന്നും ഒരു കുഴപ്പമില്ല. അവന് പണി കൊടുക്കണം. 8ന്റെ പണിയായിരിക്കും. എന്താ അവിടെ ഒരു കോൺഗ്രസ്? ജസ്റ്റ് സംസാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ പച്ചക്കറി ചോദിച്ചേ. അമ്മ ഒക്കെ ഞാൻ ഇപ്പൊ വരാം. ഞാൻ അപ്പുറത്തേക്ക് പോയ നേരത്തെ നീ അവിടെ നിന്ന് മുങ്ങിയല്ലേ? അമ്മ ഒക്കെ ഞാൻ വരാം. ഇവിടെ ഞാൻ വരാം ചേച്ചി. ഡൗട്ട് അടിക്കില്ലെങ്കിൽ ഒക്കെ ഞാൻ വരാം. കുന്നളയെന്നാണ് ഉദ്ദേശിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. അച്ഛാ, പിന്നെ അമ്മയടുത്തേ ചോറും മീൻ കറിയൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണേ. ഓ, ഞാൻ എത്താറായി. ഓ, അതാ ഗേറ്റിൻ്റെ അവിടെ അച്ഛാ. ആ ശരി അച്ഛാ. ഓ, ആ ഹലോ. ആ താനോട് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓ, മുണ്ടോ? ആ, അത് ക്ലാസ്സിൽ എല്ലാ പിള്ളേരും പറഞ്ഞു സാറ് മുണ്ടെടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടെന്ന്. ഓ, പിന്നെ സാറ് മുണ്ടെടുക്കുന്നത് കാണാൻ ദുൽഖർ സൽമാൻ തോറ്റു എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ
അച്ഛാ അച്ഛാ അമ്മായി ഓടിയോ അയ്യോ കേശു മക്കളെ ഡേയ്. മക്കളെ ഇത് ആര് ചെയ്തടാ മക്കളെ അച്ഛാ എന്തുറ്റി ആരടിച്ച് ആരൊക്കെ അച്ഛാ അറിഞ്ഞൂടാ ആരാ അടിച്ചെന്ന് ആരൊക്കെ അടിച്ച് ആരാ അടിച്ചത്? എന്റെ കൊച്ചിനെ ആരാ അടിച്ചത്? ആരാ? കണ്ട മുഖം വല്ലതും കണ്ടാ കണ്ടില്ലെന്ന് ദാ ഇതെടുത്ത് തല ചുറ്റിട്ട് Clear ആയിട്ടൊന്നും കണ്ടില്ലല്ലോ. ആ മക്കളെ ആരടാ എന്ത് ചെയ്ത് എടാ ശരിക്കും എന്താ സംഭവിച്ചേ? പറയണ മക്കളെ ആരടാ ആക്രമിച്ചത് പറ അത് മനസ്സിലാച്ചാ പറ മറ്റേ ട്യൂഷൻ ടീമുകള് ഇവിടെ ഉള്ള വേറെ ഉള്ള ട്യൂഷൻ ടീമുകള് ഞാൻ ട്യൂഷൻ എടുത്ത് മുന്നേറുന്നെന്ന് അറിഞ്ഞപ്പോ അവന്മാർക്ക് അസൂയ അങ്ങനെ അവന്മാർ ആളെ വിട്ട് തല്ലിച്ചത് കേസ് കൊടുക്കണം കേസ് കൊടുക്കണം ഏത് കൊലക്കമ്പനാണ് കേസ് കൊടുക്കണം ജയിലിൽ പിടിച്ചിടണം ജയിലിൽ പിടിച്ചിടണം എടാ കേസ് കൊടുക്കണ്ട നിക്ക് ആദ്യം നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് അന്വേഷിക്കാ അച്ഛാ എന്നിട്ട് കേസ് കൊടുത്താ പോരെ. അച്ഛാ നാട്ടിൽ കേസ് കാണിച്ച വെറുതെ കേസ് കൊടുക്കും ആ ആദ്യം ദേവനെ വെള്ളം കൊടുക്കട്ടെ വാ മോൻ വെള്ളം അമ്മ ഇത് വെള്ളത്തിലൊന്നും ഒതുങ്ങൂല ചോറും മീൻ വറുത്തത് തന്നെ വേണം ഇടിയിടിച്ച ദുഷ്ട കൂട്ടങ്ങൾ ആയടാ അത് അച്ഛാ, 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 അച്ഛാ. പിന്നെ ഇടിച്ചവര് ഇടിച്ചവരെന്തോ മുൻവൈരാഗ്യം ഉള്ളവരാണ് ഇടിച്ചത് ഒരേ സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെ ഇടിച്ചാ റെസ്റ്റ് എടുക്കട്ടോ ആ എണ്ണയിട്ട് തിരുവണം അല്ലെങ്കിൽ ശരിയാവൂല എന്റെ കളക്ടറാവുള്ള കൊച്ചിന് ആരിടിച്ചാലും അവനൊക്കെ മുറി.